നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവറിന്റെ ചിഹ്നം എന്താണെന്നും ഇന്നറിയാം. സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളുമാണ് UDFന്റെ പ്രചാരണായുധം. പെൻഷൻ വിതരണത്തെക്കുറിച്ച് KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് LDFന്റെ പ്രചാരണായുധം. എത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ കത്രിക, കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് മൂത്തേടം പഞ്ചായത്തിലാണ് പ്രചാരണം നടത്തിയത്. പെൻഷൻ വിതരണത്തെക്കുറിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് LDFന്റെ പ്രചാരണായുധം. ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. അത് പറയാൻ പാടില്ലായിരുന്നു. അതാണ് എന്റെ അഭിപ്രായം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ദുർബല ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇവര് വെറുതെ പറഞ്ഞല്ല, ആസൂത്രണം ചെയ്ത് പറഞ്ഞു. എടക്കര, കരുളായി പഞ്ചായത്തുകളിലായാണ് UDFന്റെ പ്രചാരണം. ഇന്നത്തെ പ്രചാരണം KPCC പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത്. നിലമ്പൂരിന്റെ പ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് അയക്കുമ്പോൾ അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രാദേശിക വിഷയങ്ങളാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തിക്കാട്ടുന്നത്. ആളുകൾ ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഇന്നത്തെ ഈ ഭരണകൂടത്തിന് കീഴിൽ അരക്ഷിതരായി, നിരാലംബരായി, നിരാശരായി അത് നമുക്ക് കേൾക്കാതെ പോകാൻ കഴിയും. പി.വി. അൻവറും SDPI സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയുമെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി BJP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ 1 നിലമ്പൂർ.